കൗമാരക്കാരെക്കുറിച്ച് പരാതികൾ പറയാൻ എളുപ്പമാണ്. ഇത്രയും എനർജിയുള്ള ഈ പ്രായത്തിൽ അവരെന്താണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുക്കലാണ് നമ്മൾ മുതിർന്നവരുടെ കടമ. അത് ഏറ്റവും ഭംഗിയായി നിർവഹിച്ച ദ്വിദിന ക്യാമ്പ് സെന്റ് പോൾസ് മാർത്തോമ സൺഡേ സ്കൂൾ കിഴക്കൻ മുത്തൂർ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ക്യാമ്പ് കൗമാരക്കാർക്കായി സംഘടിപ്പിക്കുന്നത്. വികാരി റവറൻ രഞ്ജി വർഗീസ് അച്ഛൻ്റെ അഭാവത്തിൽ റവറൻ സാം ജോൺ അച്ഛനും റവറൻ ജോസഫ് വർഗീസ് അച്ഛനുമാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്. ഉദ്ഘാടനം സൺഡേ സ്കൂൾ സമാജം ജനറൽ സെക്രട്ടറിയായ റവറൻ ജോർജ് ചെറിയാൻ അച്ഛൻ നിർവഹിച്ചു. ന്യൂ ജനറേഷന് അവരുടെ ഭാഷയിൽ ദൈവത്തെ അടുത്തറിയിക്കുവാനായി നടത്തപ്പെട്ട പരിശീലനങ്ങൾ. ഓരോ സെഷനുകളും ഡിസൈൻ ചെയ്തത് പോലും അങ്ങനെയാണ്. ഞാൻ തുടങ്ങി വെച്ച അനുഭവ കഥയിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയെന്ന് വിദ്യാർത്ഥികളെ കൊണ്ട് കണ്ടെത്തിച്ച റവറൻ സാംറ്റി കോശി അച്ഛൻ്റെ സെഷൻ അതിഗംഭീരമായിരുന്നു. ബൈബിളിലൂടെ രസകരമായി നടത്തിയ ക്വിസ്, സ്കിറ്റ് ഇതൊക്കെ കുട്ടികൾ നന്നായിട്ട് ആസ്വദിച്ചു. സഭയെ അറിയാമെന്ന വിഷയം ലളിതമായി അവതരിപ്പിച്ചത് റവറൻ എബി കെ ജോഷുവ അച്ഛനാണ്. സ്ക്രീൻ അഡിക്ഷൻ തരണം ചെയ്യിക്കുവാനും ക്രിയേറ്റിവിറ്റി കൂട്ടുവാനുമായി നടത്തപ്പെട്ട ശ്രീദേവി രാജുവിൻ്റെ ക്രാഫ്റ്റ് ട്രെയിനിങ്, പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ്, ആക്ഷൻ സോങ്സ് ഒന്നും ഈ പിള്ളേർ ഒരിക്കലും മറക്കില്ല. അച്ഛന്മാരുടെയും സൺഡേ സ്കൂൾ അധ്യാപകരുടെയും സാന്നിധ്യവും മികച്ച നേതൃത്വവുമായിരുന്നു ഈ ക്യാമ്പിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നാട് വിട്ടേ പറ്റൂ എന്ന് പറയുന്ന തലമുറയ്ക്ക് അതിൻ്റെ ഗുണദോഷവശങ്ങൾ കൃത്യമായി പങ്കുവെക്കുവാനും കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടവ എന്തൊക്കെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുവാനും സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ക്യാമ്പിൻ്റെ ദൈർഘ്യം 2 ദിവസം പോരാ, അടുത്ത തവണ 3 ദിവസമെങ്കിലും ആക്കണമെന്നും രക്ഷകർത്താക്കൾക്കും ഈ ആശയങ്ങൾ പങ്കുവെക്കണമെന്നും എങ്കിലേ ഉള്ളൂ ഞങ്ങൾ ന്യൂജനെ ശരിക്കും മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ എന്നും കുട്ടികൾ പങ്കുവെച്ചത് ക്യാമ്പിൻ്റെ വിജയമായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു. സമ്മാന വിതരണം നടത്തിയത് റവറൻ കുര്യൻ തോമസ് അച്ഛനാണ്. വയനാട് ചേകാടി വനമേഖലയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട കൗമാരക്കാരുടെ ഉന്നമനത്തിനായി നടത്തിവരുന്ന ചേകാടി മിഷൻ ഫീൽഡിന് നേതൃത്വം നൽകുന്നവർ തന്നെയാണ് ഇവിടെയും നേതൃത്വം നൽകുന്നത് എന്നത് നമുക്ക് വലിയ പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു തുടക്കം മാത്രമായിരിക്കുമെന്നും ഇതിന് തുടർച്ച ഉണ്ടായിരിക്കുമെന്നും ദൈവനാമത്തിൽ വിശ്വസിക്കാം.